അടിയന്തര ഘട്ടങ്ങളിൽ സന്നിധാനത്ത് രക്ഷാദൌത്യത്തിനായി ഇത്തവണയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യമുണ്ട്. തമിഴ്നാട് ആരക്കോണത്തെ 4-ാം ബറ്റാലിയനിലെ 95 അംഗ സേനയാണ് തീർത്ഥാടകർക്ക് രക്ഷാകവചമൊരുക്കാൻ തുടർച്ചയായി 8-ാം വർഷവും സന്നിധാനത്തെത്തിയത്. ദുരന്തം അത് ഏത് മണ്ണിലായാലും അവിടെ പാഞ്ഞെത്തി ജീവൻ രക്ഷാ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ സജ്ജരായി നിൽക്കുന്ന 10,000-ൽ പരം കമാൻഡോകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഈ അർദ്ധസൈനിക വിഭാഗമാണ് വിദേശ നിർമ്മിത അത്യന്താധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി തീർത്ഥാടകർക്ക് ശബരിമലയിൽ തുണയായി എത്തുന്നത്. കഴിഞ്ഞ 8 വർഷങ്ങളായി NDRFന്റെ സേവനം സന്നിധാനത്തും പമ്പയിലുമുണ്ട്. തമിഴ്നാട് ആരക്കോണത്തെ 4-ാം ബറ്റാലിയനിൽ നിന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് G. വിജയന്റെ നേതൃത്വത്തിലുള്ള 95 പേരടങ്ങുന്ന സംഘമാണ് സദാ സേവന സന്നദ്ധരായി സന്നിധാനത്ത് നിലകൊള്ളുന്നത്. ഇവിടെ തിരക്ക് നിയന്ത്രണാതീതമാകുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ക്രൗഡ് മാനേജ്മെന്റ് അത് കഴിഞ്ഞ പല വർഷങ്ങളായി വളരെ ഭംഗിയായി നമ്മൾ സ്റ്റേറ്റ് പോലീസിനോട് ചേർന്നു. ആ സമയങ്ങളിൽ ആപത്ഘട്ടങ്ങളിൽ നമ്മൾ ഇറങ്ങി വളരെ ഭംഗിയായി ആക്ട് ചെയ്ത് കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നുണ്ട്. നേപ്പാളിലെ ഭൂമികുലുക്കം, ജമ്മു കാശ്മീരിനെയും രാജസ്ഥാനെയും തമിഴ്നാടിനെയും ഇളക്കിമറിച്ച പ്രളയ ദുരന്തം, ആന്ധ്രയെയും ഒറീസയെയും തകർത്തെറിഞ്ഞ ഹുദ്ഹുദ് കൊടുങ്കാറ്റ് തുടങ്ങി വൻ നാശം വിതച്ച ദുരന്തഭൂമിയിൽ രക്ഷകരായി ഈ കമാൻഡോകളുണ്ടായിരുന്നു. 2011-ലെ പുൽമേട് ദുരന്തത്തിലും കഴിഞ്ഞ ദിവസത്തെ പമ്പയിലെ വെള്ളപ്പൊക്കത്തിലും NDRFന്റെ അവസരോചിതമായ ഇടപെടലുണ്ടായി. മരണത്തെ മുഖാമുഖം കണ്ടാണ് ദുരന്തഭൂമിയിൽ NDRFന്റെ അടിപതറാതെയുള്ള മുന്നേറ്റം. ഒരു ദുരന്തം ഏത് സമയത്തും നമ്മളെ തേടിയെത്താം. അവിടെയെല്ലാം ഒരു കൈത്താങ്ങായി ദുരന്ത നിവാരണ സേനയും നമ്മളോടൊപ്പം ഉണ്ടാകും.